Hi guys, welcome to TechTude Malayalam channel. Today we just introducing how to make your PC faster and a 9 step for that. അതായത് എങ്ങനെ നമ്മുടെ സിസ്റ്റം കൂടുതൽ പെർഫോമൻസ് അതായത് സ്പീഡ് ആക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണെന്ന് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കുറച്ച് ടിപ്സാണ്, നിങ്ങളത് അതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. നമുക്ക് എന്തായാലും നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് മാറിയതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ആദ്യം ഇതുപോലത്തെ ടെക് വീഡിയോസ് കാണുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇടയിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നമ്മൾ വിൻഡോസ് +R നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു റൺ കമാൻഡ് ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ %temp% ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഫയൽസ് കാണും. നമ്മളതെല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. അതായത് ടെമ്പററി ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഓപ്ഷനാണ്. നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളയുക, കണ്ടിന്യൂ കൊടുക്കുക, അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അത് ഡിലീറ്റ് ചെയ്ത് കളയുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് അഗൈൻ വിൻഡോസ് R ടൈപ്പ് ചെയ്യുക. നമ്മൾ %temp% അടിച്ചതിന് പകരം വെറും ടെമ്പ് മാത്രം അടിക്കുക. ഓക്കെ, നമുക്കപ്പോഴും അതുപോലെ കുറേ ടെമ്പററി ഫയൽ കാണും. അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. അത് മൊത്തം ഡിലീറ്റ് ചെയ്യുക. കാരണം ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തുകൊണ്ട് എൻ്റെ അധികം ടെമ്പററി ഫയൽസ് കാണുന്നില്ല. നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ കുറേ ടെമ്പററി ഫയൽസ് ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ്. നെക്സ്റ്റ് വൺ ഈസ് തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് വീണ്ടും വിൻഡോസ്+R ക്ലിക്ക് ചെയ്യുക. ഇതിൽ പ്രീഫെച്ച് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. പ്രീഫെച്ച്. അപ്പോഴും നമുക്ക് അതുപോലെ പ്രീഫെച്ച് ഫയൽസ് കിട്ടും. അതിലും കുറേ നിങ്ങളുടെ ഉണ്ടാവും. എൻ്റെ അത് ക്ലീൻ ആയതാണ്. ഇപ്പോൾ അതുപോലെ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ ജസ്റ്റ് വിൻഡോസിൽ ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ടോട്ടലി ചേഞ്ച് ചെയ്ത് കാണും. കാരണം നമ്മുടെ ക്ലിക്കിംഗ് റേറ്റ് മാറിയിട്ടുണ്ടാവും. ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വരും. അത് ക്ലിക്ക് ചെയ്യുക, ഒരു ഫ്യൂ മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ക്ലീനപ്പ് കാണിക്കും. അപ്പോൾ നമ്മളിതിലെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ഫയൽസും കൊടുക്കുക. അത് മാക്സിമം നമ്മുടെ സിസ്റ്റം സ്പീഡാകാൻ സഹായിക്കുന്നതാണ്. അതായത് നമ്മൾ കുറഞ്ഞ റാമൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പൊതുവെ സിസ്റ്റം ഭയങ്കര ഹാങ് ആയിരിക്കും, സ്പീഡ് ഉണ്ടാവില്ല, വട്ടാവും എന്നൊരു അവസ്ഥ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളിത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാവും. ക്ലീനപ്പ് സിസ്റ്റം ഫയൽസ് ഉണ്ട്, ക്ലീൻ ചെയ്താൽ അതൊക്കെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ചെയ്യും. എൻ്റെ ഓൾറെഡി ക്ലീൻഡ് ആണ്. ക്ലീൻ ചെയ്യുക. ഓക്കെ, ഇതിന് ശേഷം അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഇത് ക്ലീൻ ആയിക്കോളാം. നിങ്ങളത് ഫുൾ ക്ലീൻ ചെയ്തോളാം. ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ഫുൾ ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തു പോവുക.
അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, അഞ്ചാം സ്റ്റെപ്പായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പി സിൻ്റെ റൈറ്റ് ക്ലിക്ക് അടിക്കുക, പ്രോപ്പർട്ടീസ് പോവുക. പ്രോപ്പർട്ടീസ് പോയാൽ അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സ് കാണാവുന്നതാണ്. എൻ്റെ ഇപ്പോൾ സിസ്റ്റം വന്നിട്ട് കാണാം 1.50 GB റാം ഉള്ളൂ. പക്ഷെ ഞാൻ മാക്സിമം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹാങ് എന്നുള്ള വലിയ രീതിയിലുള്ള ഹാങ് ഇല്ല. അതായത് നമുക്ക് ലാഗ് വരുന്ന തരത്തിലുള്ള ഹാങ് ഒന്നുമില്ല. അതിൽ നമ്മൾ അഡ്വാൻസ്ഡിൽ സെറ്റിങ്സിൽ പോവുക. അതിൽ ചേഞ്ച് എന്ന് കൊടുക്കുക. ഇതിപ്പോൾ വന്നിട്ട് ഇനിഷ്യലൈസ് റാം വന്നിട്ട് ഞാൻ 4000, അതായത് 4 GB 1024 × 4. അതായത് നിങ്ങളിപ്പോൾ എത്ര, എൻ്റെ 2 GB ആയിരുന്നു, 1.50 ആണ്. അപ്പോൾ ഞാൻ 4 GBൻ്റെ വിർച്വൽ മെമ്മറി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ 4 GBൻ്റെ ഇനിഷ്യൽ സൈസും മാക്സിമം സൈസും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളിപ്പോൾ 4 GB ആണെങ്കിൽ 8 GBൻ്റെ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അത് സിസ്റ്റം അതിൻ്റെ വിഷ്വലായിട്ടുള്ള മെമ്മറി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് സെറ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കും. റീസ്റ്റാർട്ട് ചെയ്യുക. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സിസ്റ്റത്തിൽ വീണ്ടും വിൻഡോസ് ആർക്കി ക്ലിക്ക് ചെയ്യുക. അതിൽ MS config എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓപ്പൺ ടാസ്ക് മാനേജർ എടുക്കുക. അതായത് സിസ്റ്റം സ്റ്റാർട്ടായി വരുമ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് ഇഷ്യൂസ് കാണിക്കും. അതായത് ചിലത് കുറേ അധികം, അതായത് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ് ഹൈ സ്റ്റാർട്ടപ്പ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഹൈ ലെവലിലുള്ള ഇമ്പാക്റ്റ് സ്റ്റാർട്ടപ്പിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആൻറ്റിവൈറസ് ആണ് മീഡിയം ലെവലിൽ, ഒരു ചെറിയ രീതിയിലുള്ള റാമുള്ളതിലൊക്കെ ആൻറ്റിവൈറസ് എല്ലാം കൂടെ വരുമ്പോൾ ടോട്ടലി ഹാങ് വരും. അത് ഒഴിവാക്കാനാണിത്. ഓക്കെ, നമുക്കിപ്പോൾ സ്റ്റാർട്ടപ്പിൽ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ ചിലത് പോപ്പപ്പ് ചെയ്ത് കാണിക്കും ഇന്ന പോലെ സ്റ്റാർട്ടപ്പ് ചെയ്ത് വരുമ്പോൾ, അതായത് വിൻഡോസ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ. അങ്ങനെ ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡിസേബിൾ കൊടുക്കുക. അതിലിപ്പോൾ ഡിസേബിൾ കൊടുക്കുക. ഇതൊക്കെ ഞാൻ ഡിസേബിൾ ചെയ്തിട്ടേക്കാണ് ഓൾറെഡി. നിങ്ങളങ്ങനെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും. കുറേ ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് ടൈമിൽ കുറേ ടൈം നമുക്ക് ലാഗ് വരും. അത് ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അതാണ്. അതിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിസ്റ്റം കോൺഫിഗറേഷൻസ് തന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് ബൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ബൂട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ, ബൂട്ടിൽ അഡ്വാൻസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ വന്നിട്ട് ഒന്നേ ഉള്ളൂ. ഒരേ ടൈം നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു ചില സിസ്റ്റങ്ങളൊക്കെ പി സിയിൽ ചെക്ക് ചെയ്ത് അവിടെ കാണാം കുറേ നമ്പർ, ചിലപ്പോൾ 126 127. അപ്പോൾ അതിൻ്റെ മാക്സിമം ഇടുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഉള്ളത് ഇടുക. ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. റീസ്റ്റാർട്ട് ചോദിക്കും, റീസ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ഏഴാമത്തെ സ്റ്റെപ്പിലാണ്. ഏഴാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ വീണ്ടും വിൻഡോസ് R റൺ കമാൻഡിൻ്റെ എടുത്തിട്ട് അതിൽ റെജിഡിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ രജിസ്ട്രി എഡിറ്റേഴ്സ് ഫയൽസ് കാണാൻ പറ്റും. ഓക്കെ, അതിൽ നമ്മൾ ലോക്കൽ മെഷീൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഫയലുണ്ട്. അതിൽ ഫയൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സിസ്റ്റം എന്ന് പറയുന്നൊരു
ഫയലുണ്ട്, സിസ്റ്റം. അത് ക്ലിക്ക് ചെയ്യുക. സിസ്റ്റത്തിൽ കറണ്ട് കൺട്രോൾ സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതായത് സിസ്റ്റത്തിൽ കറണ്ട് കൺട്രോൾ സെറ്റ്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് സെക്ഷൻ മാനേജർ എന്ന് പറയുന്നിട്ടുള്ളൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുക. അതിൽ പോകുമ്പോൾ അതിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ പ്രീഫെച്ച് പാരാമീറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് ഫയൽസ് ഓപ്പൺ ആയിട്ട് വന്ന് കാണാൻ പറ്റും. അതിൽ എനേബിൾ സൂപ്പർഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ വാല്യൂ വന്നിട്ട് 3 or 4 ആയിട്ടായിരിക്കും. നിങ്ങളിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിലാണ് കിടക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അത് മാറ്റി 0 ആക്കുക. ഓക്കെ കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ 7ാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ദെൻ ക്ലോസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ 8ാമത്തെ സ്റ്റെപ്പാണ് ഫോൾഡർ ഓപ്ഷൻ. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ ഡൗൺലോഡ്സ് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കാണാം, ഇതിൻ്റെ ചിഹ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ചിലതിൽ നിങ്ങളുടെയൊക്കെ സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞാൽ വീഡിയോസ് ഇങ്ങനെ വീഡിയോൻ്റെ ചെറിയ പാർട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ എംബ്ലം മാത്രമല്ല, നമുക്ക് വീഡിയോ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് വീഡിയോ ആ തംബ്നെയിൽസ് കാണുന്നതിന് കുറച്ച് ടൈം ലാഗ് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണുള്ളത് ഈ 8ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വ്യൂവിൽ വിൻഡോസ് 8 10 വ്യൂവിൽ 10 ആണ്. ചേഞ്ച് ഫോൾഡർ ആൻഡ് സെർച്ച് ഓപ്ഷൻ ഉണ്ട്, അതുണ്ട്. അതിൽ വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ഇപ്പോൾ ഓപ്ഷൻ കിടന്നിട്ടുണ്ടാവുക. ഇത് മാറ്റി ഓൾവേസ് ഷോ ഐക്കൺ നെവർ തംബ്നെയിൽസ്, അത് ക്ലിക്ക് ചെയ്യുക. ഡിസ്പ്ലേ ഫയൽ ഐക്കൺ ഓൺ തംബ്നെയിൽസ്, അത് അൺടിക്ക് ചെയ്യുക. അതായത് ഓൾവേസ് ഷോ ഐക്കൺ, അതും ഡിസ്പ്ലേ ഫയൽ സൈസ് ഇൻഫർമേഷൻ ഫോൾഡർ ടിപ്സ് അത് കൊടുത്ത് അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കുക. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെയ്യാതെ. ഓക്കെ, അത് അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ കുറച്ചുകൂടെ സിസ്റ്റം പെർഫോമൻസ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടാവും. അതായത് ഈ പ്രോഗ്രാമിംഗ് ലെവലിലൊക്കെ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഓരോ മൾട്ടിപ്പിൾ പ്രോസസ്സ് ഒരേ ടൈമിൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ ജാവയൊക്കെ ആണെങ്കിൽ ജാവ സ്പ്രിംഗ് ബൂട്ട് ആംഗുലർ പോലുള്ള കമാൻഡ് പ്രോംപ്റ്റ് വഴി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പ്രോസസ്സ് ഒരുമിച്ച് ചെയ്യുമ്പോൾ കുറേ ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് അതിനായി നമ്മൾ യൂസർ അക്കൗണ്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ യൂസർ അക്കൗണ്ടിൻ്റെ ഒരു ഇത് കാണും. ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഈ ഓൾവേസ് നോട്ടിഫൈ നെവർ നോട്ടിഫൈ എന്ന് പറയുന്ന ഇതിൽ നോട്ടിഫൈ ചെയ്തത് താഴെ അത് ഡ്രാഗ് ചെയ്ത് നെവർ നോട്ടിഫൈയിലേക്ക് കൊണ്ടിടുക. ക്ലിക്ക് ചെയ്യുക, ഓക്കെ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ 9 ടിപ്സ് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉറപ്പായിട്ടും ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്പീഡ് വൈസും ആൻഡ് കുറച്ചുകൂടി യൂസ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിന് ശേഷം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഫയൽസിൻ്റെ, അതായത് നമ്മൾ ചേഞ്ച് ചെയ്തതൊക്കെ മാറ്റങ്ങൾ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ടെക് വീഡിയോസ് കാണുന്നതിനായി പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതെല്ലാം കാണുന്നതിനായി ദയവായി അടിയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.
താങ്ക് യു.